ഹായ് ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അതായത് ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് താരനാണ്. നമ്മളിപ്പോൾ വീടൊക്കെ മാറിയതുകൊണ്ട് ആ ഒരു തിരക്കായതുകൊണ്ട് അങ്ങനെ ഹെയർ ഒന്നും കെയർ ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. ഒരു 2-3 ആഴ്ച ആവുന്നു ഹെയറൊക്കെ ഒന്ന് കെയർ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഹെയറിൽ എണ്ണയൊന്നും ഇടാതിരുന്നത് കൊണ്ട് താരൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ താരൻ വരുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിയർക്കുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലാണ്. ചൊറിഞ്ഞ് തല നമുക്ക് മുറിയും, അല്ലെങ്കിൽ തലയിൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരും. അതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. വിയർപ്പിനോടൊപ്പം ഒരു സ്മെല്ലും വരും. അപ്പം ഇന്ന് അതൊക്കെ കെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ തിരക്കുകൾക്കിടയിൽ ഹെയർ ഒന്നും കെയർ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ നല്ല ഡാമേജ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഹെയർ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോയി ഫുള്ള് ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. എനിക്ക് താരൻ കൂടുന്ന സമയത്ത് നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ താരൻ പതിയെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ താരൻ മാറുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. എനിക്ക് ഹെയറിൽ ഇങ്ങനെ താരൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ഉലുവ അരച്ച് തേക്കും. ഇത് തലേദിവസം വെള്ളത്തിയിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് അത് വെറുതെ അരച്ച് തലേ തേക്കും. അത് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചൂടാണ്, അപ്പോൾ ആ ചൂട് സമയത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ ആയാലും ഒരു വൈകിട്ട് ടൈം ആയാലും ഒന്ന് വിയർത്തൊക്കെ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കുളിക്കുമ്പോൾ ഷാമ്പു തേച്ചങ്ങ് കുളിക്കും. അപ്പോൾ വിയർക്കുന്ന സമയത്ത് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നനഞ്ഞ് ഇതിങ്ങനെ നെഗത്തിലൊക്കെ നമ്മൾ ചൊറിയുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഉണ്ടാകുന്നൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ആഴ്ച അങ്ങനെ വേറെ ഒന്നും ഹെയർ ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഷാമ്പു തേച്ച് തല കുളിക്കും. അത് കൂടുതൽ ഹെയറിൻ്റെ സ്കാൽപ്പിനെ ഡ്രൈ ആക്കേ ഉള്ളൂ. അത് ഈ ഒരു ബാക്ക് സൈഡ്, അതുപോലെ ഈ ചെവിയുടെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെയാണ് ഏറ്റവും, പിന്നെ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗങ്ങൾ അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ കുറേ താരം ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ചില സമയത്ത് ചീപ്പൊക്കെ വെച്ച് കോതുമ്പോൾ ഇതിങ്ങനെ പൊഴിഞ്ഞു വരും. തല നനവില്ലാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ പൊഴിഞ്ഞു വരും. അപ്പോൾ ഇതിനെല്ലാം പരിഹരിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് കെയർ ചെയ്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഉലുവയാണ്. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് മുരിങ്ങയിലയാണ്. ഈ മുരിങ്ങയിലയും ഉലുവയും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നാരങ്ങനീരും തൈരും കൂടെ ചേർത്ത് വേണമെങ്കിലും പാക്കായിട്ട് ഇടാം. അതും താരം പോവാൻ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് താരം നന്നായിട്ട് പോവും. പിന്നെ നമ്മൾ ഉലുവയും മുരിങ്ങയിലയും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് ഇനി നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഉലുവ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ അരയ്ക്കും തോറും ഇങ്ങനെ കട്ടിയായി വന്നുകൊണ്ടിരിക്കും. പേസ്റ്റ് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് യൂസ് ചെയ്യും. ഞാൻ അരിക്കാതെ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജാറിൽ നിന്ന് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയുടെ കെട്ടൊക്കെ ഒന്ന് കളയണം. ആദ്യം കൈകൊണ്ട് നന്നായിട്ട് കെട്ട് കളയുക. അത് കഴിഞ്ഞ് ചീപ്പ് വെച്ച് നന്നായിട്ട് കോതി മുടിയിലെ കെട്ടെല്ലാം കളയണം. ചീപ്പ് വെച്ച് കോതുമ്പോൾ കുറച്ച് താരനൊക്കെ ഇങ്ങനെ ഇളകി പോവും. പിന്നെ ഒരുപാട് ഇട്ട് കോതരുത്, കാരണം ഇങ്ങനെ കോതുന്ന സമയത്ത് ഭയങ്കര ചൊറിച്ചിലാണ്. താരൻ കൂടുതലാണെങ്കിൽ തല നല്ല ചൊറിയും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കോതി കഴിഞ്ഞാൽ മുടി നന്നായിട്ട് പൊട്ടി പോവും. അപ്പോൾ പതിയെ നമ്മൾ കോതി കെട്ടെല്ലാം കളഞ്ഞെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടിയിൽ എണ്ണയൊന്നും ഇല്ല, അപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഹെയർ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാക്ക് ഇടാം. ഹെയർ മസാജ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാമേ. ഞാനിപ്പോൾ സാധാ വെളിച്ചെണ്ണയാണ് എടുത്തത്. സാധാ പച്ച വെളിച്ചെണ്ണ കാച്ചിയതോ എന്ത് വേണോ എടുക്കാം. ഞാൻ സാധാരണ കാച്ചിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ എണ്ണയൊന്നും ഇതുവരെയും കാച്ചാത്തത് കൊണ്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഉലുവ നമുക്കറിയാമല്ലോ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഹെയർ പാക്കായിട്ട്. അത് മുടി വളരാനും പിന്നെ താരൻ മാറാനൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. മുരിങ്ങയിലയും അതുപോലെ തന്നെയാണ്. മുരിങ്ങയിലയിൽ വിറ്റാമിനും ഇരുമ്പ്, സിങ്ക് ഇതൊക്കെ മുടി പൊഴിയുന്നത് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ആഴ്ചയിലൊക്കെ നമുക്ക് 1 തവണ 2 തവണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. താരനൊക്കെ മാറും, മുടിക്ക് നല്ല ആരോഗ്യമൊക്കെ കിട്ടും. ഞാൻ മുന്നേ അങ്ങനെ ഹെയർ ഒക്കെ കറക്റ്റായിട്ട് കെയർ ചെയ്ത് വളർത്തിയെടുക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ താരനൊക്കെ വന്ന് ഉള്ള ഹെയറും കൂടെ പൊഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മളിങ്ങനെ കെയർ ചെയ്തൊക്കെ തുടങ്ങുന്നത്. ഹെയറൊക്കെ നമ്മളിങ്ങനെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ വീണ്ടും അതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. തലയിൽ ഫുള്ളായിട്ട് ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ തണുപ്പൊക്കെ പ്രശ്നമുള്ളവർ ഒരു 10-15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അല്ലാത്തൊരു 20 മിനിറ്റ് വെക്കണം. ഞാനൊരു 20 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് വാഷ് ചെയ്തത്. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടി നന്നായിട്ട് ഉണങ്ങുമ്പോൾ മുടിയിലുള്ള ഉലുവയുടെ പൊടിയും മുരിങ്ങയിലയുടെ പൊടിയൊക്കെ നന്നായിട്ട് ചീപ്പ് കൊണ്ടൊന്ന് കോതി കളയണം. ഉലുവ യൂസ് ചെയ്തതുകൊണ്ട് ഹെയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അലോവേര ജെല്ലും ഓയിലും കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ് ഇത്. വെച്ചെടുത്താൽ മതിയെ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയറിലും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഡ്രൈനെസ് ഒന്ന് കുറയും. പിന്നെ മുടി പൊട്ടാതെ നന്നായിട്ട് നമുക്ക് ചീപ്പി കെട്ടി വെക്കാം. അപ്പോഴത്തേക്ക് മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഡെയിലി നമ്മൾ ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.